ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മുർക്കി ഉർഫ് ബുലാക്കി എന്ന് പറഞ്ഞ കഹാനിയാണ്. അത് പഞ്ചാബിയിലും ഹിന്ദിയിലും വിഖ്യാതയായ ലേഖിക അമൃത പ്രീതമാണ് രചിച്ചിട്ടുള്ളത്. മുർക്കി ഉർഫ് ബുലാക്കി. മുർക്കി എന്ന് വെച്ചാൽ ഇയറിംഗ്, കമ്മല്. ഉർഫ് അഥവാ ബുലാക്കി മൂക്കുത്തി. അപ്പോൾ കമ്മൽ അഥവാ മൂക്കുത്തി എന്നാണ് ആ ടൈറ്റിലിന്റെ അർത്ഥം വരുന്നത്. പക്ഷെ ഇവിടെ അതൊരു സ്ത്രീയുടെ പേരാണ് കേട്ടോ, മുർക്കി ബുലാക്കി എന്നുള്ളത്. മാ മുർക്കി കാ ബ്യാ കബ് ഹുआ था, मैंने तो कभी उसके पति को देखा नहीं. लेटा हुआ कुमार चौंक कर बैठ गया और कहने लगा, मैं तो जब से पैदा हुआ हूँ मुर्की को यही देखा है, अपने घर इसी പിച്ചിലി കോട്ടരി മേ. കുമാർ ചോദിക്കുകയാണ്, അമ്മേ മുർക്കിയുടെ വിവാഹം കഴിഞ്ഞതാണോ? ഞാൻ കാണുമ്പോഴെല്ലാം മുർക്കി ഇവിടെ തന്നെയാണ് ഉള്ളത്, നമ്മുടെ കൂടെ, നമ്മുടെ വീടിന്റെ ബാക്കിലുള്ള ആ ചെറിയ മുറിയിൽ. കോട്ടരി എന്ന് പറഞ്ഞാല് വീടിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയ മുറി. ഉസ് അഭാഗി കാ ഭി ബ്യാ ഹുआ था, तू छोटा सा था 4 वर्ष का और वह ससुराल गई थी. ससुराल कहाँ था? ना कोई जन्मने वाला और ना कोई സഹേജ്നെ വാല. അഭാഗി എന്ന് വെച്ചാല് ഭാഗ്യമില്ലാത്തവൾ. ഈ ഭാഗ്യമില്ലാത്തവളുടെയും വിവാഹം കഴിഞ്ഞിരുന്നു. അന്ന് കുമാറിന് 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുമാർ ചോദിക്കുകയാണ്, മുർക്കിയുടെ ഭർതൃഗൃഹം എവിടെയാണ്? അപ്പൊ അമ്മ പറയാണ്, ഭർതൃഗൃഹം എവിടെ ഉണ്ടാവാനാ? ജന്മം നൽകിയവനുമില്ല, പ്രൊട്ടക്ട് ചെയ്യാൻ കർത്തവ്യമുള്ള ആളുമില്ല. സഹേജ്ന എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യുക. മാ മുജെ സാരി ബാത് സുന. അപ്പൊ കുമാർ പറയാണ്, എനിക്ക് कंप्लीट കാര്യങ്ങളും പറഞ്ഞു തരണം. इसका बाप हमारे घर का बहुत पुराना नौकर था. तू जब पैदा हुआ उसने मेरे आगे विनती की कि गांव में उसकी स्त्री मर गई है और उसकी लड़की वहीं चाचा के पास अकेली रहती है. अगर मैं मान जाऊं तो वह अपनी लड़की को यहाँ ले आए, वह तुझे खिलाया करेगी और रोटी खा लिया करेगी. മുർക്കിയുടെ അച്ഛൻ അവരുടെ വീട്ടിലെ വളരെ പണ്ട് തൊട്ടേ ഉള്ള ഒരു സെർവന്റ് ആണ്, നോക്കർ സെർവന്റ്. കുമാർ ഉണ്ടായപ്പോൾ, കുമാർ ജനിച്ചപ്പോൾ മുർക്കിയുടെ അച്ഛൻ കുമാറിന്റെ അമ്മയോട് അപേക്ഷിച്ചു. എന്താണ് അപേക്ഷിച്ചത്? ഗ്രാമത്തിലെ ആളുടെ ഭാര്യ മരിച്ചു, ആൾക്കൊരു മകളുണ്ട്, അപ്പോ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. ചെറിയ കുമാറിനെ ഭക്ഷണം കൊടുക്കുകയും നോക്കുകയൊക്കെ ചെയ്യാം, അതോടൊപ്പം അവൾക്കും ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കിട്ടുമല്ലോ എന്ന്. അതായത് ഇവിടെ ജോലിക്ക് നിർത്തട്ടെ എന്ന് അച്ഛൻ ചോദിച്ചു. മുർക്കി ആ സമയത്ത് ചാച്ചാജിയുടെ വീട്ടിലാണ് നിന്നിരുന്നത്, ചെറിയച്ഛന്റെ വീട്ടില്. मैंने शुक्र किया कि मुझे हाथ का सहारा मिल जाएगा. वह लड़की को गांव से ले आया. मुश्किल से 12 वर्ष की होगी तब. बड़ी मासूम सी मातृहीन. मुझे बड़ी भोली लगी. അപ്പൊ കുമാർ ചോദിക്കുകയാണ്, എന്നിട്ടോ? അപ്പൊ അമ്മ പറയാണ്, ഞാനും വിചാരിച്ചു അത് നല്ല ഉപകാരമായിരിക്കും, കാരണം എനിക്ക് ഹെൽപ്പിന് വേണ്ടി ഒരാളാവൂലോ എന്ന്. ഹാത്ത് കാ സഹാര എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുക. ആ പെൺകുട്ടി ഗ്രാമത്തിൽ നിന്ന് വന്നു. ഏകദേശം ഒരു 12 വയസ്സേ ഉണ്ടാവുള്ളൂ. വളരെ നിഷ്കളങ്കയായിരുന്നു. എനിക്ക് വളരെ നല്ലവളായി തോന്നി. ഭലി നല്ലവൾ. മാസൂം ഇന്നസെന്റ്. ജബ് ആയി ഇസ്നെ കാലി सलवार पहन रखी थी. शरीर पर हरे रंग का कुर्ता था. बदन से दुर्बल सी पर रंग बहुत सफेद. नयन नक्श भी सुंदर. कानों में चांदी की मुर्कियां पहने थे और नाक में സോനെ കാ ഛോട്ടാ സാ ബുലാക്. അപ്പോൾ ആ 12 വയസ്സില് കുമാറിന്റെ വീട്ടിലേക്ക് മുറുക്കി വന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. വന്ന സമയത്ത് ബ്ലാക്ക് കളറിലുള്ള സൽവാറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഗ്രീൻ കളറിലുള്ള കുർത്ത ഉണ്ടായിരുന്നു. വളരെ മെലിഞ്ഞിട്ടാണ് മുറുക്കി ഉണ്ടായിരുന്നത്, പക്ഷെ നല്ല കളർ ഉണ്ടായിരുന്നു, നല്ല വെളുത്തിട്ടായിരുന്നു, കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. കാതില് ഒരു സിൽവറിന്റെ മുറുക്കി കമ്മലിട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ മൂക്കില് ഒരു സ്വർണത്തിന്റെ മൂക്കുത്തിയും. फिर कुमार ने उत्सुकता से पूछा, तुझे तो वह अपने हाथों से नहीं खिलाती थी, अपनी जान से खिलाती थी. നിന്നെ അവൾക്ക് അത്ര ഇഷ്ടായിരുന്നു. ജാൻ സെ ഖിലാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്നേഹത്തിലാണ് കുമാറിന് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. तू उसका पीछा नहीं छोड़ता था, कभी तू उसकी मुर्कियों को मुट्ठी भर लेता था और कभी उछल उछल कर उसके बुलाक को पकड़ता था. मैं प्यार से कभी उसको मुर्की बुलाती थी, कभी बुलाकी. അപ്പൊ പറയാണ്, കുമാർ ചെറുപ്പത്തില് മുർക്കിയുടെ ബാക്കിൽ നിന്ന് മാറിയില്ല,
ചിലപ്പം മുറുക്കിയുടെ കമ്മലില് പിടിച്ചു വലിക്കും, ചിലപ്പം മൂക്കുത്തിയിൽ പിടിച്ചു വലിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ സ്നേഹത്തോടെ ചിലപ്പോൾ മുറുക്കി എന്നും ചിലപ്പോൾ ബുലാക്കി എന്നുമാണ് വിളിക്കാറുള്ളത്. മാ യ മുറുക്കി ഓർ ബുലാക്കി നാം തൂനെ രഖേ ഥേ. അപ്പൊ കുമാർ ചോദിക്കുകയാണ്, ഈ മുറുക്കി അല്ലെങ്കിൽ ബുലാക്കി എന്നുള്ള പേര് നിങ്ങളാണോ അവർക്ക് കൊടുത്തത് എന്ന്. ഹാ മാനെ ഹി ഇസ്കെ നാം രഖേ ഥേ പർ നാ ജാനെ കോൺ സെ വക്ത് രഖേ ഥേ. അപ്പോൾ ഈ പേര് ഞാൻ തന്നെയാണ് അവൾക്ക് കൊടുത്തത്, പക്ഷെ ഏത് നേരത്താണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ക്യോ वह जब बड़ी हुई 16 वर्ष की 17 वर्षों की उसको खूब रूप चढ़ गया. मैं दांतों तले जीभ देखकर कहती थी, री मुर्की किसके कानों में पड़ेगी और किसकी नाक में बुलाक की तरह चमकेगी. കുമാർ ചോദിക്കുകയാണ്, എന്താണ് അമ്മ അങ്ങനെ പറയുന്നത്? അപ്പോൾ അമ്മ പറയാണ്, മുറുക്കി വലുതായി ഒരു 16-17 വയസ്സായപ്പോൾ വളരെ നല്ല ഭംഗി വെച്ചു. ഞാനാണെങ്കിൽ അടക്കി പിടിച്ച് പറയാറുണ്ട് മുറുക്കിയോട്, ആരുടെ ചെവിയിലെ കമ്മലാണ് നീ ആവുക, ആരുടെ മൂക്കിലെ മൂക്കുത്തിയായാണ് നീ തിളങ്ങുക എന്ന്. കുമാർ മുസ്കുരായ. കുമാർ ചിരിച്ചു. ബഡേ സുന്ദർ പഹാടി ഗീത് ഗാത്തി थी, ഉടുത്തെ പഞ്ചി ഭി ഖഡേ ഹോ ജാത്തെ थे. മുറുക്കി പഹാടി ഗീത് എന്ന് പറഞ്ഞ ഫോക്ക് സോങ്സ്, നാടൻ പാട്ടുകളൊക്കെ പാടാറുണ്ട്. इसके बाप ने अपने गांव में कहीं इसका रिश्ता कर दिया, इन लोगों में लड़कियों के रुपए लेते हैं. ലഡ്ക അച്ഛാ ഥാ. അച്ഛാ കിസ് ലിയെ ഹോനാ ഥാ, ദൂജാ ഥാ. അവളുടെ അച്ഛൻ ഗ്രാമത്തില് അവളുടെ റിഷ്ത പക്കാ കർദിയാന്ന് വെച്ചാല് വിവാഹം ഉറപ്പിച്ചു. അവരുടെ അവിടെയാണെങ്കിൽ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നതിന് പെൺകുട്ടിയുടെ അച്ഛന് പൈസ കൊടുക്കണം. ചെറുക്കൻ നല്ലതായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കുമാർ. അമ്മ പറയാണ്, എന്ത് നല്ലത്, എത്ര നല്ലതായാലും രണ്ടാമത്തെ വിവാഹമായിരുന്നു ആളുടെ. ദൂജാ ക്യാ ഹോത്താ ഹെ മാ, ജിസ്കി പഹലി പത്നി മർ ഗയി ഹോ ഫിർ തോ ഉസ്കി ബഹുത് ഉമ്ര ഹോഗി. അപ്പോൾ കുമാർ ചോദിക്കുകയാണ്, ഈ ദൂജ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അമ്മ പറയാണ്, ആദ്യത്തെ ഭാര്യ മരിച്ച ആളിനെയാണ് ദൂജ എന്ന് പറയുന്നത്. കുമാർ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആൾക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ടാവില്ലേ? ബഹുത് ബി थी और उसमें और भी अवगुण थे, न जाने आंखों में कोई नुक्स था, मुझे पूरी तरह पता नहीं, पर था पैसे वाला, तभी तो उसने ज्यादा पैसे दिए थे. അപ്പൊ അമ്മ പറയാണ്, പ്രായം ഒരുപാടുണ്ടായിരുന്നു, അത് കൂടാതെ അയാൾക്ക് വേറെയും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആളുടെ കണ്ണുകൾക്ക് എന്തോ തകരാറുണ്ടായിരുന്നു, നുക്സ് തകരാറ്. എനിക്കാണെങ്കിൽ ഫുള്ളായിട്ട് കാര്യങ്ങൾ അറിയില്ല, പക്ഷെ അയാള് ഭയങ്കര പൈസ ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ മുറുക്കിയുടെ അച്ഛന് ഒരുപാട് പൈസ കൂടുതൽ കൊടുത്തു. ഫിർ बाप ने जब बात पक्की की, यह रात ही रात में एक शहरी लड़के के साथ भाग गई. वह कौन था? അപ്പൊ കുമാർ ചോദിക്കുക, എന്നിട്ടോ? അപ്പൊ അമ്മ പറയാണ്, അച്ഛൻ കല്യാണം ഉറപ്പിച്ചപ്പോൾ അതേ ദിവസം മുറുക്കി ഒരു ഷഹരി ലड़के, ഒരു പട്ടണത്തിലെ ചെക്കന്റെ കൂടെ ഓടിപ്പോയി. അപ്പൊ കുമാർ ചോദിക്കുകയാണ്, അത് ആരാണ്? मैंने तो देखा नहीं, पर खुद ही बताती थी, वह बड़ा ഛബീല ലഡ്ക ഥ. അപ്പൊ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ മുറുക്കി പറയാറുണ്ട് അവൻ വളരെ സുന്ദരനാണെന്ന്. ഛബീല സുന്ദരൻ. ഹമാരെ ഇസി ഷഹർ കാ ഹി ഹോഗ. അപ്പൊ ഈ ഷഹറിലെ തന്നെയാണോ, ഈ പട്ടണത്തിലെ തന്നെയാണോ? ഇസി ഷഹർ കാ, ഇസി ബസ്തി കാ ബഡേ ബാസാർ മേ ജോ ഹോട്ടൽ ഹെ വഹി കാം കർത്താ ഥ, കേക്ക് ബനാത്താ ഥ. അപ്പോ അതെ, ഈ പട്ടണത്തിലെ തന്നെയാണ്, ഈ പ്രദേശത്തെ തന്നെയാണ്, ബസ്തി പ്രദേശം. ഇവിടുത്തെ ആ വലിയ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെയുള്ള ഹോട്ടലില് ജോലി ചെയ്യുന്ന ആളാണ്. കേക്ക് ഉണ്ടാക്കുകയാണ് ആളുടെ ജോലി. फिर 4-6 महीने उसके साथ किसी शहर में रही, उसने घर बनाया, जो कुछ पास था लगा दिया. അപ്പോൾ അതിനുശേഷം എന്താണ് ഉണ്ടായത്? 4-6 മാസം അയാളുടെ കൂടെ ജീവിച്ചു, ഏതോ ഒരു പട്ടണത്തിൽ ജീവിച്ചു. അവിടെ ഒരു വീടുണ്ടാക്കി. തന്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ടാണ് ആ വീടുണ്ടാക്കിയത്. मोटे मोटे चांदी के कड़े थे, गले में चांदी की जंजीर थी. तेरी वर्षगांठ पर मैंने इसको सोने की अंगूठी दी थी, एक बार बालियां दी थी. उसने सब कुछ बेचकर घर की वस्तुएं खरीदी. അപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ആഭരണങ്ങളും, സിൽവറിന്റെ ബാംഗിൾസ് ഉണ്ടായിരുന്നു, അതേപോലെ കഴുത്തില് സിൽവറിന്റെ ഒരു മാല ഉണ്ടായിരുന്നു. പിന്നെ നിന്റെ ബർത്ത്ഡേക്ക്, വർഷഗാട്ട് ബർത്ത്ഡേക്ക് ഞാൻ അവൾക്ക് പ്രസന്റ് ആയിട്ട് കൊടുത്ത ഒരു ഗോൾഡിന്റെ അങ്കൂട്ടി, മോതിരം, കമ്മല്, ബാലിയ കമ്മല്, ഇതെല്ലാം വിറ്റിട്ട് ആ പൈസ എല്ലാം ഉപയോഗിച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി. और फिर कोई और स्त्री उसकी नजर में बैठ गई. അപ്പോൾ എന്നിട്ട് എന്താ ഉണ്ടായത്? പിന്നെന്ത് പറയാനാ, വേറൊരു
സ്ത്രീയെ അവന് ഇഷ്ടമായി. वह इसको किसी गांव में दशहरे का मेला दिखाने के लिए ले गया और रात को सराय में सोई हुई के आंचल से घर की चाबी खोलकर ले गया. इसको वही सराय में ही छोड़ गया. മുർക്കിയുടെ ഭർത്താവ് ഒരു ദിവസം ദശഹര കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുർക്കിയെ കൊണ്ടുപോയി. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന മുർക്കിയുടെ ആഞ്ചൽ സാരിത്തുമ്പിൽ നിന്നും ആ വീടിന്റെ ചാവിയെല്ലാം അഴിച്ചെടുത്തിട്ട് മുർക്കി ഉറങ്ങിക്കൊണ്ടിരുന്ന അതേ സത്രത്തിൽ തന്നെ മുർക്കിനെ ഉപേക്ഷിച്ചിട്ട് പോയി. സരായ് എന്ന് പറഞ്ഞാല് സത്രം. കുമാർ ने अपना निचला होंठ अपने दांतों में दबाया और फिर क्रुद्ध होकर कहने लगा इसने ढूंढा नहीं उसको. അപ്പൊ കുമാറിന് ദേഷ്യം വരാൻ തുടങ്ങി. അതാണ് ഹോട്ട് അപ്നെ ദാത്തോ മേ ദബായ എന്ന് പറയുന്നത്. എന്നിട്ട് ചോദിച്ചു, എന്താ മുറുക്കി അയാളെ അന്വേഷിച്ചില്ലേ? പിന്നെ कहती थी मन के सौदे में जब उसका मन ही मुकर गया तो फिर तन को क्या ढूंढना था. മനസ്സുകൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. സോദ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട്, അഡ്ജസ്റ്റ്മെന്റ്, വിലപേശൽ എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു മീനിങ് എടുത്താൽ മതി. അപ്പോൾ മനസ്സ് തമ്മിലുള്ള ആ അഡ്ജസ്റ്റ്മെന്റിൽ അവന്റെ മനസ്സ് ഇതിൽ നിന്നും ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ ഇതിൽ നിന്നും മാറിപ്പോയി. പിന്നെ ആ ശരീരത്തിനെ തിരഞ്ഞിട്ട് എന്താണ് കാര്യം? തന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് മുർക്കി ചോദിച്ചത്. കമാൽ की औरत थी. एक बात इसने अच्छी की, किसी दयालु व्यक्ति से राह का बाड़ा लेकर लौट आई, नहीं तो ना जाने कहाँ भटकती. ഒരു കാര്യം അവള് ചെയ്തത് വളരെ നന്നായി. എന്താന്ന് വെച്ചാൽ ഒരു ദയാലുവായ വ്യക്തിയെ കണ്ടിട്ട് വഴിച്ചിലവ്, അതായത് യാത്രാക്കൂലി, രാഹ് കാ ഭാഡ വാങ്ങിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഇല്ലെങ്കിൽ എവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞു നടന്നേനെ എന്ന് ആർക്കറിയാനാ. ഭട്ടക്ന അലയുക. യഹാ ഹമാരെ ഘർ ആ ഗയി. അപ്പൊ കുമാർ ചോദിക്കാണ്, എന്താ നമ്മളുടെ വീട്ടിലേക്കാണോ വന്നത്? ഹാ യഹി ഹമാരെ ഘർ കിസ്ലിയെ അപ്നെ ഘർ അപ്നി ഇസ് കോട്ടറി മേ. ആ നമ്മളുടെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. നമ്മളുടെ വീടല്ല, അവളുടെ സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ് വന്നത്, ഈ കോട്ടരിയിലേക്ക്. मैंने जिस दिन इसको यह कोठरी दी थी इसके साथ वायदा किया था कि मैं अपने जीते जी इसको कभी काम से जवाब नहीं दूंगी और न मेरा कुमार जवान होकर इसको कभी इस कोठरी से निकालेगा. എന്നാൽ ഈ കോട്ടരിയിലെ അവളെ താമസിപ്പിച്ച അന്ന് തന്നെ ഞാൻ അവളോട് വാക്ക് കൊടുത്തിരുന്നു, അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. വായ്ദ കർണ, വാക്ക് കൊടുക്കുക. എന്താണ്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ഈ കോട്ടരിയിൽ നിന്നും, കുമാർ വലുതായാലും നിന്നെ ഈ കോട്ടരിയിൽ നിന്നും പുറത്താക്കില്ല. कुमार का मन भर आया पर वह मर्द था, उसकी आंखों का पानी आंखों में ही रहा. രാജ്വന്തി की आंखें छलक पड़ी. അപ്പൊ ഈ കഥ കേട്ടുകൊണ്ടിരുന്ന കുമാരന് വിഷമായി. പക്ഷെ അവൻ പുരുഷനാണല്ലോ, അതുകൊണ്ട് ആ കണ്ണിലെ കണ്ണുനീര് കണ്ണിൽ തന്നെ ഒതുക്കി, പുറത്തേക്ക് ഒഴുകാൻ അനുവദിച്ചില്ല. മർദ് പുരുഷൻ, എന്നാൽ രാജ്വന്തി മാ കരഞ്ഞു. അപ്പൊ കുമാറിന്റെ അമ്മയുടെ പേര് രാജ്വന്തി എന്നാണ്. मैंने तुझे कहा था ना औरत की जात न जाने कैसी होती है. यह जब आई इसका मुंह खोई हुई बचड़ी जैसा था. जब स्त्री के पास रहने को घर न हो. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെയാണെന്ന്. മുറുക്കി വന്നപ്പോൾ അവളുടെ മുഖം കൂട്ടം തെറ്റിപ്പോയ ഒരു പശുക്കുട്ടിയെ പോലെയായിരുന്നു. ഒരു സ്ത്രീക്ക് താമസിക്കാൻ വീട് പോലും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് രാജ്വന്തിമാ നിർത്താണ്. മാ തൂ ബഡി അച്ചി ഹെ അഗർ തേരി ജഗ കോയി ഓർ ഔറത്ത് ഹോത്തി. അപ്പൊ കുമാർ പറയാണ്, അമ്മ വളരെ നല്ല സ്ത്രീയാണ്, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ. मैंने कोई इस पर एहसान नहीं किया था कुमार, उसके काम का मोल चुकाया था. അപ്പം ഞാൻ അവളുടെ മേല് ഒരു ഔദാര്യമൊന്നും അല്ല ചെയ്തത്. എഹ്സാൻ എന്ന് പറഞ്ഞാല് ഉപകാരം, ഔദാര്യം എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. അല്ല ചെയ്തത്, അവള് എനിക്ക് വേണ്ടി ചെയ്തു തന്ന ജോലിയുടെ പ്രതിഫലം കൊടുത്തതാണ്. മോല് മൂല്യം, പ്രതിഫലം. उसके रूप को देखकर मैं कहती थी मुर्की किसके कान में पड़ेगी. जब मुर्की वापस आई मुझसे कहने लगी, माँ मुझे किसी ने कानों में पहना था पर फिर उसके कान फट गए, क्या जाने मेरा बोझ ही ज्यादा हो.
അപ്പോൾ അവളെ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട്, നീ ആരുടെ കാതിലെ കമ്മലാണ് ആവുക എന്നത്. പക്ഷേ മുർക്കി തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ, എന്നെ ഒരാൾ കാതിൽ അണിഞ്ഞിരുന്നു, പക്ഷെ എപ്പോഴോ അത് പൊട്ടിപ്പോയി, എന്റെ ഭാരം താങ്ങാൻ കഴിയാഞ്ഞിട്ടാവും എന്ന്. ബോജ് ഭാരം. കുമാർ की आंखें भर आई, शायद मर्द जात की कोई लाज रखने के लिए. കുമാറിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വന്നു, പുരുഷവർഗത്തിന്റെ മാനം കാക്കാനായി. लाज रखना മാനം കാക്കുക. माँ, इसलिए तुमने मेरी इस वर्षगांठ पर मुझसे प्रण लिया था कि मैं मुर्की को उसके जीते जी कभी इस कोठरी में से नहीं निकालूंगा. അപ്പോ അമ്മ, അതുകൊണ്ടാണോ ഇപ്രാവശ്യത്തെ എന്റെ ബർത്ത്ഡേക്ക് എന്നോട് ഒരു പ്രോമിസ് ചെയ്യാൻ പറഞ്ഞത്? പ്രൺ, പ്രോമിസ് ചെയ്യുക, പ്രതിജ്ഞ ചെയ്യുക. മുർക്കി ജീവനോടെ ഇരിക്കുന്നത് വരെ ആ കോട്ടരിയിൽ നിന്നും ഒരിക്കലും ഇറക്കി വിടരുത് എന്ന്. ഹാ കുമാർ, ഇസ്ലിയെ മാനെ തുജ്സെ പ്രൺ ലിയാ ഥാ. അതെ കുമാർ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചത്. उसके मर्द ने जब उसके घर की चाबी उसके पल्ले से खोल ली थी, मैंने इस कोठरी की चाबी उसको पकड़ाते हुए कहा था, मेरे जीते जी कभी कोई तुझसे यह चाबी नहीं छीनेगा. അപ്പോൾ മുർക്കിയുടെ ഭർത്താവ് അവളുടെ ആ സാരിത്തുമ്പിൽ നിന്നും അവരുടെ വീടിന്റെ ചാവി എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ ഈ കോട്ടരിയുടെ ചാവി അവൾക്ക് കൊടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞിരുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നതുവരെ നിന്നിൽ നിന്നും ഈ ചാവി ആരും തട്ടിപ്പറിക്കില്ല എന്ന്. छीनना തട്ടിപ്പറിക്കുക. और कुमार, आज जब मैंने उसकी मरी को नहलाया, इस कोठरी की चाबी उसके नेफे में खोसी हुई थी. പക്ഷേ കുമാർ, ഇന്ന് ഞാൻ അവളുടെ മൃതശരീരം കുളിപ്പിച്ചപ്പോൾ, നെഹലാന കുളിപ്പിക്കുക, മരി മൃതശരീരം, ഈ കോട്ടരിയുടെ ചാവി അവളുടെ നേഫയിലെ അര, വേസ്റ്റിന്റെ പോർഷൻ, അവിടെ ആയിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നു. ഖോസ്ന വളരെ താഴ്ന്നിരിക്കുക അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഉസ്കെ മാസെ ചിപക് ഗയി ഥി, മാംസത്തോട് ഒട്ടിപ്പിടിച്ചിരുന്നു. ചിപക്ന ഒട്ടിപ്പിടിക്കുക. ഇസ് चाबी ने उसकी देह पर जख्म कर दिया था, पर उसने जीते जी इस चाबी को अपने मांस से नहीं उतारा. മുർക്കി ബുലാക്കി എക് ഔറത്ത്. അപ്പൊ ഈ ചാവി അവളുടെ ശരീരത്തിനെ മുറിവേൽപ്പിച്ചിരുന്നു. എന്നിട്ടും ജീവനോടെ ഇരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഈ ചാവി ഈ തന്റെ മാംസത്തിൽ നിന്നും മാറ്റിവെച്ചില്ല. ഉത്താരണ എന്ന് വെച്ചാൽ ഇറക്കി വെക്കുക എന്നാണ്. മുർക്കി ബുലാക്കി, ഒരു സാധാരണ സ്ത്രീ. രാജ്വന്തി ऐसे रोई जैसे उसकी आंखों में मुर्की के आंसू मिले हुए थे, और सिर्फ मुर्की के नहीं, सारी औरत जाति के आंसू मिले हुए थे. രാജ്വന്തിയുടെ കരച്ചിലിൽ മുർക്കിയുടെ കണ്ണുനീർ കലർന്ന പോലെ അവൾ കരയാൻ തുടങ്ങി. മുർക്കിയുടെ മാത്രമല്ല, എല്ലാ സ്ത്രീകളുടെയും കണ്ണുനീർ ആ കരച്ചിലിൽ ഉണ്ടായിരുന്നു. അപ്പോ ലാസ്റ്റ് വരുമ്പോഴാണ് ശരിക്കും എന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. മുർക്കി മരിച്ചു. ഇങ്ങനെ മുർക്കിയുടെ ശരീരം സംസ്കരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ചെയ്തതിന് ശേഷം കുമാറിന്റെ അമ്മയോട്, അതായത് രാജ്വന്തിയോട് ചോദിക്കുകയാണ്, മുർക്കി എങ്ങനെയാണ് ഇവിടെ വന്നത്, ഇത്രയും കാലം ഈ കോട്ടരിയിൽ താമസിച്ചത്, എന്തുകൊണ്ടാണ് മുർക്കിയെ ഈ കോട്ടരിയിൽ നിന്നും ഇറക്കി വിടില്ല എന്ന് എന്നോട് പ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞത് എന്നൊക്കെ. അപ്പോൾ ഇതിനെല്ലാം ഉള്ള ഉത്തരമായിട്ട് മുർക്കിയുടെ ജീവിതത്തിന്റെ കഥ രാജ്വന്തി മാ കുമാറിന് പറഞ്ഞു കൊടുക്കുകയാണ്.